അപ്പം പറമ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഒരു പുല്ല് പോലും കാണില്ല. ക്ലിയർ ആയിരിക്കും. രസമാണ്. പിന്നെ കുളങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. പുളി കുളത്തിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വാട്ടർ ബില്ലില്ല പണ്ട്. വാട്ടർ ബില്ലില്ല എന്ന് പറയുന്നു. അല്ല, ഇപ്പോൾ ഈ ഒരു രണ്ട് കുളങ്ങളുണ്ട് ഇവിടെ. അവിടെ ഒരു കുളം ഇവിടെ ഇനി ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. ഇത് കുളിക്കാനുള്ളത്, ഇവിടെ കുടിക്കാനുള്ളത് ഫ്രണ്ടിലുള്ള കുളം. നീ മുനിസിപ്പൽ വാട്ടർ അല്ലേ? ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞ പഴയ മുനിസിപ്പൽ വാട്ടറൊക്കെ പഴയ കാര്യങ്ങൾ. 3 കുളങ്ങളെന്ന് വെച്ചാൽ ഇത് പറമ്പ് നനയ്ക്കാനുള്ള. ഇതിലിച്ച് ചെളിയൊക്കെ ഉണ്ടാവും. ആ ചെളി വേണമല്ലോ, നനയ്ക്കുന്ന ചെളി കുറച്ചുകൂടെ പ്ലാന്റ്സിന് ന്യൂട്രീഷ്യസ് ആണല്ലോ. അതുകൊണ്ട് അതങ്ങനെ ക്ലീൻ ചെയ്യൂല. അപ്പോൾ ചെളി എടുത്ത് തെങ്ങിലോട്ട് വയ്ക്കും. ഇത് കുളിക്കാനുള്ളതാണ്, നല്ല ഡീപ്പായിട്ട് വെട്ടും. എന്നിട്ട് ഇതാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറാണ്, അത് പക്കയായിട്ട് വയ്ക്കും. ഞാനൊക്കെ ആദ്യം ഇവിടെ വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ കാണാം, അത്ര ക്ലിയർ വാട്ടറായി. ആ എവറി 3 months ക്ലീൻ ചെയ്ത് വെട്ടി സൈഡൊക്കെ ചെയ്ത് നീ അവിടെ ചെയ്തിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം. വെയിൽ കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെ മണ്ണെന്ന് ഒരു പ്രത്യേക രീതിയാണ്. നമുക്കിങ്ങനെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം സൈഡ്സൊക്കെ. മണൽ ചെറിയ സ്റ്റിക്കിനെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ചെളിയൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് തഴയിൽ നോക്കി അടിയിൽ കാണാം, ക്ലിയർ വാട്ടറായിരിക്കും. അതൊന്ന് കുടിക്കാനെടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കഥകൾ. പിന്നെ ഇത് വെട്ടുന്നതിനൊക്കെ ചരിത്രമുണ്ട്, അത് രസമാണ്. ഈ ഫ്രണ്ട് തന്നെ ഈ നമ്മൾ കുഴിച്ച് വരുമ്പോൾ ഉറവ് വരുമല്ലോ, അകത്തുനിന്ന് മണ്ണിനടിയിൽ നിന്ന് വരുമല്ലോ. അപ്പോൾ ഒരു മെയിൻ ഫീഡർ ഉള്ളത് കിഴക്കേ സൈഡിലാണ്. അപ്പോൾ അവിടെ മാത്രം ഇവരതൊന്നും ചെയ്യില്ല, കാരണം അത് എവിടെയാണ് കൃത്യം പോയിട്ടെന്ന് അറിയില്ല. ആ ഉറവ് പൊട്ടിക്കഴിഞ്ഞാൽ കുളത്തിൽ വെള്ളം നിൽക്കില്ല, കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുളം പെട്ടെന്ന് വലിയ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ ഫുൾ വറ്റിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കിഴക്ക് എവിടെയോ ഒരു ഉറവുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ കുളം വെട്ടുന്ന നോർമൽ പണിക്കാർ അവിടെ കിഴക്ക് വശത്തൊന്നും ചെയ്യില്ല. അങ്ങനെ കഴിയുമ്പം ഇവിടെ ഒരു പ്രായമുള്ളൊരു പണിക്കാരനുണ്ട്, അയാളെ വിളിച്ചിട്ട് വരും. അതിന് ലാസ്റ്റ് മൊമെന്റ് വീഡിയോ എടുത്തോണ്ടിരിക്കാം. എന്നിട്ട് ആ പുള്ളി വന്നിട്ട് ആ കറക്റ്റ് പോയിന്റിൽ തുമ്പ കൊണ്ടൊന്ന് വെട്ടും. വെള്ളം ഇങ്ങനെ വന്ന് ഈ ഫൗണ്ടനിൽ നിന്ന് വരുന്ന പോലെ വരുന്നത്. Are these like underground rivers or underground water tubes? അതുപോലെയാണ്, natural formations. അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും യൂണിഫോമായിട്ട് വെള്ളം വന്ന് അറിയുമല്ലോ. Comes from certain areas. Okay, there is a flow of water underground. It comes naturally, but ചില ഏരിയാസിൽ ആക്ച്വലി. അപ്പോൾ അത് ഈ അകത്തെ ആ ഒരു ഒറയിലെ ഒരാൾ നീ പറഞ്ഞൊരു എക്സ്പേർട്ട് വന്ന് കട്ട് ചെയ്യുമല്ലോ, ഫൗണ്ടൻ പോലെ വരുന്നത് കുറെ ക്ലീൻ ചെയ്യാൻ. അത് എന്നിട്ട് അടയ്ക്കുമോ നിങ്ങൾ? ഇല്ല, നാച്ചുറലി വെൻ വാട്ടർ ലെവൽ കംസ് എബോവ് ദാറ്റ് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുമല്ലോ. ഓക്കെ. അതപ്പം പിന്നെ മറ്റേ വർക്കേഴ്സിന് അത് കട്ട് ചെയ്താൽ എന്താ കുഴപ്പം? അപ്പം പിന്നെ വെള്ളം വറ്റിക്കാൻ പറ്റില്ല. ക്ലീനിങ് നടക്കും.